നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി കടലപ്പൊടി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയും എടുത്തേക്കുന്നത്. അത് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി വേണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടിയും ചേർത്തിട്ട് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, 2 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലിടുന്ന സാധാരണ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ അങ്ങനത്തെ വെളുത്തുള്ളി ആയിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാനിവിടെ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. പൊട്ടുകടല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെനാദാലല്ല, ചെനാദാൽ എടുക്കുന്നത് വെള്ളക്കടലയിൽ നിന്നാണ് എടുക്കുന്നത്, പൊട്ടുകടല എടുക്കുന്നത് കറുത്ത കടലയിൽ നിന്നാണ്. അത് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം, ഉണക്കമുളക് വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് മിക്സർ ആക്കാം. ഇനി നമുക്ക് മിക്സർ ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏറ്റവും കടലപ്പൊടി ചേർക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം, കായത്തിൻ്റെ പൊടി ചേർക്കാം, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുമ്പോൾ ഇതേപോലെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സേവനാഴിയും വേണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സർ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡും കൂടിയും തിരിച്ചിടാം. ഇത് നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ല ബ്രൗൺ ആവാൻ വേണ്ടി നിൽക്കണ്ട. ഇത് നമ്മൾ കോരി നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിയെടുത്ത് വെച്ചാലും പിന്നെ ചൂട് കൊണ്ട് ഇതൊന്നും കൂടി ഒന്ന് മൊരിയും. ഇത് 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മൾ മിക്സറിലേക്കുള്ള ആ മാവ് എടുത്തിട്ട് ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഇതിലേക്ക് നമുക്ക് ആ കപ്പലണ്ടിയും കറിവേപ്പിലേക്ക് ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഇതിലേക്കുള്ള കപ്പലണ്ടി വറുത്തെടുക്കാം. ഈ ചൂടായ എണ്ണയിലേക്ക് കപ്പലണ്ടി ഇടാം. ഇപ്പോൾ കപ്പലണ്ടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് നമുക്ക് പൊട്ടുകടല ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതെടുത്ത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമുക്ക് ചതച്ചെടുത്ത വെളുത്തുള്ളിയും ഒന്ന് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുക. ഇനി ഉണക്കമുളക് ഇടാം. ഉണക്കമുളക് ഇടുമ്പോൾ അതൊക്കെ ചെറുതാക്കിയിട്ട് ഇടാം. ഈ കറിവേപ്പില ഇടാം. ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതെടുത്ത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മൾ മിക്സറിലേക്കുള്ള എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഈ മിക്സർ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ മിക്സറിൻ്റെ കൂട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യം വറുത്ത് വെച്ച മിക്സർ ചേർക്കാം. ഇത് കൈ കൊണ്ട് പതുക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്നത് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മുളകിൻ്റെ പൊടി ചേർക്കാം. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കാം. കായത്തിൻ്റെ പൊടി കുറച്ച് ചേർത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്.